3 ബീറ്റ്റൂട്ട് തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കാം. ഇതൊന്ന് അടിച്ചു കൊണ്ടുവരാം. അടിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിക്കാം, എന്നാലേ ഇത് ശരിക്കും അറിയുള്ളൂ. അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ വെള്ളം ഒഴിച്ചൊന്നും കൂടി അടിക്കാം. ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അത് ഒന്നുകൂടി അടിച്ചു കൊണ്ടുവരാം. എന്നിട്ടത് അരിച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. ഈ ജ്യൂസ് എത്രയുണ്ടെന്ന് ഒന്ന് അളന്നെടുക്കാം. ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ജ്യൂസാണുള്ളത്. ഇനി ഇതിനനുസരിച്ചുള്ള പഞ്ചസാര ഇടാം. ഇതിന് ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര ഇടുന്നുണ്ട്. നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം. അടുപ്പൊന്ന് കത്തിക്കാം. ഇതിലേക്ക് ജ്യൂസ് ഒഴിക്കാം. ഇതൊന്ന് തിളച്ചൊന്ന് കുറുകണം കേട്ടോ. തിളക്കട്ടെ. ഇത് കറുത്ത് പൊന്തി വരുന്നതൊക്കെ എടുത്ത് കളയാം കേട്ടോ. കറുത്ത് പൊന്തി നിൽക്കണം പത എടുത്ത് കളയാം. ഇപ്പോൾ അതൊന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ കലക്കിയത് ഒഴിക്കാം. കോൺഫ്ലോർ കലക്കിയത് നല്ലപോലെ ഇളക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇത് ഒഴിച്ചാൽ പിന്നെ പെട്ടെന്ന് കട്ടയാവും. ഇത് കൈവിടാണ്ട് ഇളക്കണം. എനിക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കുറച്ചുകൂടി നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാം പൊടിച്ചതാണ് അതുകൂടെ. ഈ ബദാം പൊടിച്ചപ്പോഴേ അതിൻ്റെ കൂടെ ഫ്ലേവറിന് വേണ്ടി 2 ഏലക്കായും കൂടിയിട്ട് പൊടിച്ചിട്ടുണ്ട്. നല്ലപോലെ ഒന്നുകൂടി മുറുകിയതിന് ശേഷം ഇത് ഓഫ് ചെയ്യാം. ഇതൊരു പ്ലേറ്റിലേക്ക് പകർത്താം. പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവാം. ഇത് തണുക്കട്ടെ.